വലിയ പാടായാലുണ്ട്. ഇത് പൈസ മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തലക്ക് വെളിയില്ല, രാവും പകലുമായിട്ട് വിളിയോട് വിളി. വെയിൽ രക്ഷയില്ല. അതെ, എന്താ ചൂട്? ചൂടുണ്ട്. പണിയില്ലേ? പണി കഴിഞ്ഞു വന്നാലേ പണിയെടുക്കാതിരിക്കാൻ പറ്റൂല്ലോ. 6 മണിക്കൂർ പണിയുള്ളൂ. അത് സർക്കാർ ഓഫീസിലിരുന്ന് പണിയാണെങ്കിൽ ശരിയാണോ? ഫാനൊക്കെ കൊണ്ട് ഇതിപ്പോ നടക്കൂല്ലോ. പിന്നല്ലാണ്ട് അത് പിന്നെ പറയാനുണ്ടോ? ഈ സമയത്തൊക്കെ നോമ്പൊക്കെ പിടിച്ചിട്ട് ഉച്ച വരെയല്ലേ കഴിച്ചോട്ടെ. ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോ ഇവിടെ കോള് വന്നിട്ട് തലക്ക് വെളിയില്ലാണ്ടിരിക്കുക. അപ്പോഴാണ് പണി കൊടുത്താലോ നോക്കാം. എന്താന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ പൈസ മേടിക്കുന്നത് ശരിയാണ്, തരാം. ഇങ്ങനെ എപ്പോഴും വിളിക്കുന്നതിന് തന്നെയല്ല. ഞാൻ എൻ്റെ സിമ്മ് പോയി. ഇത് പുതിയ നമ്പറാണ്. ഇത് വിളിക്കുന്ന ആവശ്യമില്ല. ഇത് വിളിക്കുകയാണെങ്കിൽ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കാതിരിക്കാം. അതെ, ആ സിം അത് കട്ടായി തരും. ഇനി അത് കിട്ടൂല. ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നൊക്കെ ഞാൻ ഈ പുതിയ സിം എടുത്ത കാര്യം പറയുന്നത്. ഇന്നത്തേക്ക് വിളിച്ചായിട്ടാ. എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ഞാൻ തന്നേക്കാം കാര്യം. പറഞ്ഞ ഡേറ്റ് ഉണ്ടല്ലോ. അതിന് മുമ്പ് പൈസ 10,000 രൂപയുള്ളൂ. അത് എത്തിച്ചേക്കാം. ഒരു അത്യാവശ്യമൊക്കെ മേടിച്ചല്ലേ. അതെ, ആ നമ്പർ സേവ് ചെയ്ത് വെച്ചോ. എന്തിനുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വിളിച്ചാൽ മതി. അതിന് മുമ്പ് ഞാൻ എത്തിച്ചോളാം പൈസ. ശരി എന്നാ. അതെ, നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പം എൻ്റെ ഫോണിൽ നിന്നേ വിളിച്ചു നോക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ആരും വിളിക്കണ്ടെന്ന് നോക്ക്. ഇപ്പൊ കോളൊക്കെ വന്നോളൂ. വേറെ കുഴപ്പമൊന്നും കാണില്ല. ഇപ്പൊ ശരിയായിട്ടുണ്ടാവും. ഉണ്ടാവണം. കുഴപ്പമില്ല. അതെന്തോ ഈ ടവർ ഇതില്ലേ കണക്ഷൻ്റെ എന്തോ തരാറായിട്ടാണ്. എന്റെ വിഷയമാണത്. പിന്നെ സുരേഷേ, ഇതിനകത്തിപ്പോ കോളായിട്ട് വളരില്ല. ഒരു ചങ്ങാതി വിളിക്കണ്ട്, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചങ്ങാതി. ഞാൻ പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞുണ്ട്. പൈസ കൊടുക്കാണ്ടെന്ന് 10,000 രൂപ കൊടുക്കാണ്ടെന്നോ. ആ പൈസ കൊടുക്കാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്. അതെന്താ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ചങ്ങാതി പിന്നെ പറയണേ, നീ സൗണ്ട് മാറ്റി പറയണ്ട. സൗണ്ട് മാറ്റി പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ സൗണ്ട് മാറ്റി പറയാം. എനിക്കറിയില്ല. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ആരാന്ന് എനിക്കറിയാൻ പാടില്ല. അത് വല്ല റോങ് നമ്പർ ആയിരിക്കുള്ളൂ. ഞാൻ പൈസ കൊടുക്കാനില്ലായിരിക്കും. പിന്നെന്താണാവോ? അതിൽ അറിയാണ്ട് നമ്പർ മാറി വന്നായിരിക്കുള്ളൂ. അത് ഇനി ഉണ്ടാവില്ലായിരിക്കും.